എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 29 ശ്ലോകം 28, 29, 30, 31 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഈ കഠിനമായ വാക്കുകൾ കേട്ടപ്പോ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം ആശ്രയിച്ചു വന്നിരിക്കുന്ന ആ ഗോപസ്ത്രീകൾ വല്ലാത്ത ദുഃഖം കൊണ്ട് അവര് തളർന്നുപോയി. എന്താ പറയണ്ടേന്ന് അവർക്ക് അറിയില്ല. അവരുടെ അപ്പോഴത്തെ ആ അവസ്ഥയെ വർണ്ണിച്ചിരിക്കുന്നു ശ്രീ ശുകബ്രഹ്മർഷി. ക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ശുക ഉവാച ഇതി വിപ്രിയമാകർണ്യ ഗോപ്യോ ഗോവിന്ദ ഭാഷിതം വിഷണ്ണാ ഭഗ്നസങ്കൽപ്പാ ചിന്താമാവുർദുരത്യയാം. ഇങ്ങനെ അപ്രിയത്തെ സൂചിപ്പിക്കുന്ന ആ നിഷേധവാക്യം ഭഗവാൻ അരുളി ചെയ്തപ്പോ ഗോപസ്ത്രീകള് വല്ലാത്ത സങ്കടമായ അവർക്ക്. ഭഗവാനോടുകൂടി രമിക്കണം എന്നുള്ള ആ മനോരഥം സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടുണ്ടായ ആ തീവ്ര ദുഃഖം എന്താ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ വല്ലാത്ത ദുഃഖത്തില് കണ്ണീര് ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ പ്രേമരൂപനാണ് ശരിക്കും ഭഗവാൻ. പക്ഷെ ഇപ്പോ ഇദ്ദേഹം നമ്മുടെ ദൗർഭാഗ്യ നിമിത്തം, നമ്മുടെ ഭാഗ്യമില്ലാത്തത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ കഠിന ഹൃദയനായിരിക്കണം. അതുകൊണ്ട് ഇപ്പോ നമസ്കാരാദികൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയാണോ വേണ്ടത്? വ്രജത്തിലേക്ക് മടങ്ങി പോവുകയാണോ വേണ്ടത്? അതോ ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ ഈ പ്രാണനെ അങ്ങോട്ട് ത്യജിച്ചാലോ? ഇങ്ങനെ ഓരോരുത്തരും മനസ്സിലും, എല്ലാവരുടെ മനസ്സിലും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്നില്ല. അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുക പലവിധ ചിന്തകള് ഓരോന്നോരോന്നായിട്ട് അവരുടെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒന്നും നിശ്ചയിക്കാൻ അവർ ശക്തകളായില്ല എന്ന് കാണിക്കാനാണ് ആ ദുരത്യയ. അപാരമായ ദുഃഖത്തില്, അതാണ് ദുരത്യയം. അവര് അകപ്പെട്ടു. കൃത്വാ മുഖാന്യവശുച ശ്വസനേന ശുഷ്യത് ബിംബാധരാണി ചരണേന ഭുവം ലിഖന്ത്യ അശ്രൈരൂപാത്തമഷിഭിക്കുജകുങ്കുമാനി തസ്തുർമൃജന്ത്യ ഒരു ദുഃഖഭരാസ്മതൂഷ്ണീം. ആ ഗോപസ്ത്രീകളുടെ തൽക്കാല സ്ഥിതി ചിത്രീകരിക്കണം. സമീപത്തിൽ നിൽക്കണ്ട, ഗോകുലത്തിലേക്ക് പൊക്കോളൂ എന്നാ നിഷേധവാക്യം കേട്ടപ്പോ ഉണ്ടായിട്ടുള്ള ഒരു ദുഃഖം, അങ്ങനെയുള്ള ആ സന്താപ നിമിത്തം ശ്വാസം ദീർഘിച്ചു തുടങ്ങി. അപ്പോഴല്ലേ നമുക്ക് അങ്ങനെ വല്ലാത്ത ദുഃഖം വരുമ്പോ ശ്വാസത്തിനൊരു ഇത് വരും, ബുദ്ധിമുട്ട്. ആന്തര ദുഃഖ നിമിത്തം പുറപ്പെടുന്ന ആ കാറ്റില്, അവരുടെ ആ ശ്വാസത്തിന്റെ ആ കാറ്റില് അത്യുഷ്ണം ഉള്ളതുകൊണ്ട് ആ ശ്വാസത്തിന്റെ സംസർഗ നിമിത്തം തൊണ്ടിപ്പഴം പോലെ അതികോമളമായ അവരുടെ അധരപുടങ്ങൾ ഉണങ്ങി വരണ്ടു. ദേഹം തളർന്നു. സഹിക്കാൻ വയ്യാത്ത ദുഃഖം നിമിത്തം ആ കണ്ണൊക്കെ എഴുതി അലങ്കരിച്ചിരുന്ന കണ്ണുകളിൽ കൂടി കണ്ണീരിങ്ങനെ ധാരമുറിയാതെ ഒഴുകി കുജങ്ങളിൽ വീണു. അത് നിമിത്തം ആ കുജതടങ്ങളിൽ അലങ്കരിച്ചിരുന്ന കുങ്കുമങ്ങൾ മുഴുവനും മാഞ്ഞുപോയി, ആ കണ്ണീരിൽ ഒലിച്ചുപോയി. ഇടതുകാൽ പെരുവിരൽ കൊണ്ട് ആ ഭൂമിയിൽ ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടാൽ, ഹേ ഭൂമി ദേവി, കുറെ ദ്വാരം ഞങ്ങൾക്ക് അനുവദിച്ചു തരൂ. ഇനി ഭൂമിയിൽ ഇരിക്കാൻ മോഹമില്ല ഞങ്ങൾക്ക്. ആ ദ്വാരത്തിൽ കൂടി ഞങ്ങളെ പാതാളത്തിലേക്ക് പൊയ്ക്കോളാം എന്ന് ഭൂമിദേവിയോട് പ്രാർത്ഥിക്കുകയാണോ തോന്നുന്നു. ഒന്നും പറയാതെ അങ്ങനെ താഴ്ന്ന് വരച്ചുകൊണ്ടിരിക്കുക ആ ഗോപസ്ത്രീകള്. പ്രേഷ്ടം പ്രിയേതരമിവ പ്രതിഭാഷമാണം കൃഷ്ണം തദർത്ഥവിനിവർത്തിത സർവകാമാഃ നേത്രേ വിമൃജ്യ രുധിതോപഗതേ സ്മ കിഞ്ചിൽ സംരംഭഗദ്ഗദഗിരോ ബ്രുവദാനുരക്താഃ. എല്ലാറ്റിനേക്കാളും, എല്ലാ പദാർത്ഥങ്ങളെക്കാളും അവര് സ്നേഹിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. കൃഷ്ണ സന്നിധാനത്തിൽ വസിക്കാനുള്ള അതി താല്പര്യ നിമിത്തം അവരുടെ പതി, പുത്രാദി സർവ വിഷയങ്ങളിലും ഉണ്ടായിരുന്ന സ്നേഹത്തെ അവര് രണ്ടാമത് ഉണ്ടാകാത്ത വിധം ഉപേക്ഷിച്ചു. ഇനി ഒരിക്കലും അത് ഉണ്ടാവില്ല അവരോടുള്ള സ്നേഹം. എല്ലാം അങ്ങനെ മുഴുവൻ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് അവര് ഭഗവാന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു.
അത്രത്തോളം പരമപ്രീതി അവർക്ക് ശ്രീകൃഷ്ണനിൽ വർദ്ധിച്ചു വന്നു. അങ്ങനെ സ്നേഹിച്ച ആ ശ്രീകൃഷ്ണൻ ഇപ്പോ ഒരു പ്രീതിയില്ലാത്തവനെന്ന പോലെ തങ്ങളുടെ മനോരഥം സാധിപ്പിക്കാതെ നിഷേധിച്ച് ഇങ്ങനെ കഠിനമായി സംസാരിച്ചപ്പോഴുണ്ടായ ആ ദുഃഖാധിക്യത്താൽ കണ്ണീർ നിറഞ്ഞു കലങ്ങിയ നേത്രങ്ങൾ കൈകൊണ്ട് അങ്ങനെ തുടച്ച് കലങ്ങി മറിഞ്ഞിരിക്കുന്ന ആ കണ്ണുകൾ കൊണ്ട് ശ്രീകൃഷ്ണന്റെ മുഖത്തിൽ മുഴുവൻ അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. പതുക്കെ ഇങ്ങനെ തല താഴ്ത്തിണ്ടോ ഒന്നിങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കണമാതിരി ഇങ്ങനെ അർദ്ധാവലോകനം ചെയ്തു എന്നാ പറയണത്. അങ്ങനെ നോക്കി ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ട് മനോരഥം സാധിപ്പിക്കാതിരിക്കുന്നത് അതങ്ങോട്ട് ആലോചിച്ചപ്പോ ഉള്ളിൽ അവർക്ക് ഇങ്ങനെ ദേഷ്യവും വന്നു. ഭയങ്കരമായിട്ട് കോപം വർദ്ധിച്ചു. അനുരൂപ സ്നേഹം ഇല്ലെന്ന് അതങ്ങനെ അറിഞ്ഞപ്പോ കോപം വർദ്ധിക്കൂലോ. അത് കേവലം കോപമല്ല, അനുരാഗത്തെ പ്രകാശിപ്പിക്കുന്ന ആ കോപത്തിന് അതിസ്നേഹത്തിന്റെ ശക്തിയാണ്. അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കോപം അവർക്ക് വന്നതല്ലേ ഭഗവാനോട്. അപ്പോ അതുകൊണ്ട് എന്താ, അടക്കാൻ കഴിയാത്ത ആ പലവിധ ഭാവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ദുഃഖാധിക്യ നിമിത്തം തടഞ്ഞുകൊണ്ട് മാത്രമേ പുറത്തേക്ക് വരാൻ ശക്തി ഉണ്ടായിട്ടുള്ളൂ. അവരുടെ അവരിങ്ങനെ കോപമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം കൂടിയിട്ട് ഇങ്ങനെ അവർക്ക് പറയാൻ പറ്റണില്ല. ഗൽഗതം കൊണ്ട് വാക്കുകൾ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് വരുന്നുള്ളൂ. ഇങ്ങനെ അനുരാഗത്തെ പ്രകടമാക്കി തീർക്കുന്ന വിധത്തിൽ പരമപ്രീതി വിഷയമായിരിക്കുന്ന ശ്രീകൃഷ്ണനോട് ഗോപികൾ ഇങ്ങനെ പറഞ്ഞു. ഗോപ്യൗചു ഐവം വിഭോർഖതി ഭവാൻ ഗതിതും നൃശംസം സന്ധ്യജ്യ സർവ വിഷയാൻ തവ പാദമൂലം ഭക്താ ഭജസ്വ ദുരവഗ്രഹ മാത്യജാസ്മാൻ ദേവോ യഥാദിപുരുഷോ ഭജതേ മുമുക്ഷു. കവികള് പറഞ്ഞു, ഹേ സ്വാമി, ഇങ്ങനെ ക്രൂരവാക്കുകൾ പറയുന്നത് നെന്തിരുവടിക്ക് ഉചിതല്ലാട്ടോ. ഞങ്ങള് സകല വിഷയങ്ങളെയും ഉപേക്ഷിച്ച് അവിടുത്തെ പാദമൂലത്തെ മാത്രം ആശ്രയിച്ചു വന്നിരിക്കുന്നു. ഇഷ്ടം പോലെ ചെയ്യാൻ സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. എന്നാലും അങ്ങയെ ഭജിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. മോക്ഷേച്ഛയുള്ളവരെ ആദിപുരുഷനായ ഭഗവാൻ മഹാവിഷ്ണു ഉപേക്ഷിക്കാതെ സ്വീകരിക്കുന്നത് പോലെ ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കാതെ സ്വീകരിക്കണേ. ആ ഭഗവാനിലുള്ള പരമ സ്നേഹം കൊണ്ട് ചിത്തശുദ്ധി പ്രാപിച്ചിരിക്കുന്ന ആ ഗോപികളുടെ മുഖത്തിൽ നിന്നൊഴികെ ഈ വാക്കുകള് പരമഗതി ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾക്ക് പരമോപദേശം രൂപമാണ് ശരിക്കും പറഞ്ഞത്. പതിപുത്ര ഗൃഹ ധന ധാന്യാദികളിലുള്ള ആഗ്രഹം നിശേഷം ഉപേക്ഷിക്കണം. ഈശ്വര സാന്നിധ്യം സിദ്ധിക്കും വേണം, വിഷയങ്ങളെ മനഃപൂർവ്വം ഉപേക്ഷിക്കാനും വയ്യ എന്നുള്ള വിചാരമുള്ളവര് ഈശ്വരാനുഗ്രഹം പ്രാപിക്കാൻ അർഹരല്ല. അപ്പൊ വിഷയാശയുള്ളവർക്ക് നിർവ്യാജമായിട്ട് ഭഗവത്പാദ ഭജനം സാധ്യമല്ല. അതുകൊണ്ട് ഗോപികള് എല്ലാ വിഷയങ്ങളും അവർക്ക് സുലഭമായിരിക്കെ അവയൊക്കെ ഭഗവത് ഭജനത്തിന് വിരോധാണെന്ന് അറിഞ്ഞ് മനഃപൂർവ്വം ഉപേക്ഷിച്ച് സർവാത്മനാ ഭഗവത്പാദത്തെ ആശ്രയിച്ചതുപോലെ ആശ്രയിച്ചാൽ മാത്രമേ ഈശ്വര കൃപാകടാക്ഷം ഇന്നതാണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നതാ. സന്ധ്യജ്യ സർവവിഷയാൻ തവ പാദമൂലം ഭക്ത എന്ന ആ പദം കൊണ്ട് നന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുകയാണ്. ശരിക്കും എല്ലാം ഒന്നും ഉപേക്ഷിക്കാനും വയ്യ, ഈശ്വരനെ കിട്ടും വേണം. അവര് എല്ലാം ഭഗവാന് വേണ്ടി ഉപേക്ഷിച്ചു. പറഞ്ഞില്ലേ, രണ്ടാമതൊന്ന് തിരിച്ചു വരാത്തത്. ഇനി അത് വേണമെന്ന് പിന്നെ തോന്നില്ല. അങ്ങനെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് അവര് വന്നത്. ഇത് പറയണു, ഹേ ദുരവഗ്രഹ ഈശ്വര, നിന്തിരുവടി സ്വതന്ത്രനായതുകൊണ്ട് ഇന്ന വിധത്തിലേ പ്രവർത്തിച്ചുകൂടൂ എന്നുള്ള നിയമമൊന്നും അങ്ങയ്ക്ക് ബാധകമല്ല. ശരിയാണ്, ഭഗവാനാണല്ലോ അങ്ങ്. ധർമാധർമ്മങ്ങളെ കുറിച്ചിട്ട് അങ്ങയ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സർവം ഉപേക്ഷിച്ച് അങ്ങയെ ആശ്രയിച്ച് ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ദോഷമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എങ്കിലും അത് ഉചിതമല്ല കേട്ടോ. എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ വചനം മിഥ്യയായി ഭവിക്കും. യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. എന്നെ ആര് ഏതു വിധം ഭജിക്കുന്നുവോ അവരെ ഞാനും അതേ വിധം ഭജിക്കും എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. എല്ലാം ഉപേക്ഷിക്കാൻ സാധിച്ചത് എങ്ങനെയെന്നാൽ ഉള്ളിലും പുറത്തും നിറഞ്ഞിരിക്കുന്ന വസ്തു നിന്തിരുവടിയാകുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട്, ഞങ്ങൾ അറിഞ്ഞിരിക്കാൻ സർവാന്തര്യാമിയായിരിക്കുന്ന അങ്ങയെ ആശ്രയിച്ച് മറ്റു നശ്വരങ്ങളായ ജഡങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് സത്യമാണെന്ന് പറഞ്ഞു ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്ങും നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടി അന്ധക്കരണ വൃത്തികൾക്കും സാക്ഷിയാകയാൽ ഞങ്ങളുടെ ഭാവം ഞങ്ങൾ പറയാതെ തന്നെ അങ്ങക്ക് ഇതെല്ലാം അറിയാം എന്ന് പറയാണ്. അതാണ് സർവവ്യാപക എന്ന അർത്ഥമുള്ള വിഭോ എന്നാണ് ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത്. അങ്ങക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന്. എന്നിട്ടും ഞങ്ങളോട് ഇങ്ങനെ കഠിന വാക്ക് പറയരുതേ എന്നാണ് അവര് പറയണത്.
ഇങ്ങനെയുള്ള കഠിനമായ വാക്കുകൾ പറയാൻ കൂടി അങ്ങ് യോഗ്യനല്ല, പിന്നെ പ്രവർത്തിക്കാൻ യോഗ്യനല്ലെന്ന് പ്രത്യേകം പറയണം. പറഞ്ഞത് തന്നെ കഠിനമായി, പ്രവർത്തിച്ചാൽ അങ്ങേക്ക് മഹാദോഷമുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചും അങ്ങേ ശരണം പ്രാപിക്കണമെന്ന് ശാസിച്ച, അവിടുത്തെ പാദപത്മത്തെ ഭജിക്കുന്നതിൽ വിഘ്നങ്ങളായി ഭവിച്ചിരിക്കുന്ന പതിപുത്രാദികളെല്ലാം പരിത്യജിച്ച് പാദമൂലത്തെ പ്രാപിച്ച ഞങ്ങളുടെ പ്രവൃത്തി അധർമ്മമോ ധർമ്മമോ എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ പ്രതിജ്ഞാഭംഗദോഷം അങ്ങേ ബാധിക്കില്ലേ? അങ്ങേക്കാൾ മീത് ഞങ്ങൾ ആരെയും സ്നേഹിച്ചിട്ടില്ല. എല്ലാ സ്നേഹവും ആത്മസംബന്ധ നിമിത്തം ഉണ്ടാകുന്നു. അങ്ങാവട്ടെ ഞങ്ങളുടെ ആത്മാവായി തന്നെ ഇരിക്കുന്നതിനാൽ അങ്ങയിൽ തന്നെയാകുന്നു ഞങ്ങൾക്ക് പരമസ്നേഹം എന്ന് ആ ഗോപസ്ത്രീകളുടെ വാക്കുകൊണ്ട് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. വ്രജത്തിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നുള്ള ഭഗവാന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ഉപേക്ഷിക്കപ്പെട്ട വിഷയങ്ങളുടെ കുശലാകുശലങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അതൊക്കെ ഉപേക്ഷിച്ചു വന്നതാണ്. പിന്നെന്താ, അവിടുത്തെ ഗുണദോഷങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ വന്നിട്ടുമില്ല. അതാണ് അതിന്റെ അർത്ഥം. പിന്നെ അത് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? വ്രജത്തിൽ സുഖമുണ്ടോ? അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സർവ്വ വിഷയങ്ങളെയും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ സ്വശരീര ചിന്തയെയും ഉപേക്ഷിച്ചു അല്ലെ? പിന്നെ വേറെ പ്രത്യേകിച്ച് പറയണ്ട. പിന്നെ രാത്രി സമയമല്ലാതെ ഭീതി കൂടാതെ വന്നത് എങ്ങനെയെന്ന് ഭഗവാൻ ചെയ്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. സ്വന്തം ദേഹത്തെ കൂടി സ്മരിക്കാൻ പാടില്ലാത്ത വിധം അങ്ങേ സ്നേഹിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് രാത്രിയാണെന്നോ? അതൊന്നും ഭയത്തിന് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. ഭയമൊന്നും അങ്ങയുടെ സവിധത്തിൽ എത്തണം എന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ധർമാദികളെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഈശ്വരനായ അങ്ങേക്കില്ലെങ്കിലും ധർമ്മപാലനം ഈശ്വരനും ഒഴിച്ചുകൂടാത്തതാണ്. അതുകൊണ്ട് സർവവും ഉപേക്ഷിച്ച ഞങ്ങളെ നിന്തിരുവടി അങ്ങയുടെ സംബന്ധികളായിട്ട് സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് എന്നൊക്കെയാണ് ഗോപസ്ത്രീകൾ പറഞ്ഞതിന്റെ സാരം. ഹരിഭക്തി നിമിത്തം പരിശുദ്ധ ചിത്തകളായ ഇവരുടെ വാക്കില് ഏത് വിധത്തിൽ ആലോചിച്ചാലും അവസാനിക്കാത്ത സ്വാരസ്യം ഉണ്ട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.